കേരളം ലഹരികളുടെ സ്വന്തം നാടായിരിക്കും. ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേയുടെ ഒരു പ്രത്യേക സ്പെഷ്യൽ റിപ്പോർട്ട് നമുക്ക് കാണാനിടയായി. ഗംഭീരമായ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത്, ഒരിക്കൽ ലഹരി മരുന്നുകളുടെ ഹെഡ് ഓഫീസ് പഞ്ചാബായിരുന്നുവെങ്കിൽ ഇപ്പോൾ ലഹരി മരുന്നുകളുടെ ഹെഡ് ഓഫീസ് കേരളമായിരിക്കും. ഒരു വർഷം 9,000 കേസാണ് പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളെങ്കിൽ കേരളത്തിൽ 20,000 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 1000 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ശരാശരി ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ 22 കേസിൽ കൂടുതൽ കേരളത്തിൽ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു വാർഡിൽ ഒരു കേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. ഏറ്റവും ചുരുങ്ങി നമ്മൾ ഹബ്ബായി മാറിയിരിക്കുന്നു. ബ്രേക്കിംഗ് ബാഡ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു സീരീസ് ഉണ്ട് മയക്കുമരുന്ന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. അവർ ആ ഹെഡിങ് അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്, കേരളം ബ്രേക്കിംഗ് ബാഡ് ആയിരിക്കും. എന്താണ് ഇത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എനിക്കതിൽ ഏറ്റവും വിഷമമുള്ള കാര്യം, നമ്മുടെ ഭരണകൂടങ്ങളും രാഷ്ട്രീയ നേതാക്കളും മത നേതാക്കളും ഒക്കെ പ്രസംഗിക്കാൻ കൊള്ളാം. ലഹരി വിരുദ്ധ യാത്ര നടത്തും, ലഹരി വിരുദ്ധ പ്രസംഗം നടത്തും, ലഹരി വിരുദ്ധ പ്രഖ്യാപനം നടത്തും, അസംബ്ലിയിൽ പറയും. അസംബ്ലിയിൽ ഇത് സംബന്ധിച്ച് പ്രമേയം അവതരിപ്പിച്ചപ്പോൾ എന്തൊരാവേശമായിരുന്നു എല്ലാവർക്കും. അവരിൽ ലേശം അടിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയം. അമ്മായി ആവേശം കണ്ടാൽ എനിക്കൊരു വിഷമം തോന്നും. പക്ഷേ ആ ആവേശം കൊണ്ട് എന്താ കാര്യം ഉണ്ടായി? നിലത്ത് ഗ്രൗണ്ടിൽ എന്താ സംഭവിക്കുന്നത്? ഗ്രൗണ്ടിൽ ഏത് സ്ഥലത്തും വ്യാപകമായി ഇത് മയക്കുമരുന്ന് ലഭ്യമാകും. അതും പഴയ കഞ്ചാവ് ഇഞ്ചാവൊന്നുമല്ല, അതൊക്കെ കുറച്ചുള്ളൂ. അത്യുഗ്രനായ സാധനങ്ങളാണെന്നാണ് പറയുന്നത്. അതിൻ്റെ പല പേരുകളും ഇപ്പോൾ വരുന്നത്. അതിനൊക്കെ കോഡ് വേർഡുകളുണ്ട്. ഇത് സ്വിഗ്ഗി പോലെ സാധനം വീട്ടിലെത്തിക്കും. ഓർഡർ ചെയ്താൽ, ഗൂഗിൾ പേ ചെയ്താൽ സാധനം വീട്ടിലെത്തിക്കും. എന്താ പറഞ്ഞതെന്ന് വീട്ടുകാർക്കും അറിയില്ല, നാട്ടുകാർക്കും അറിയില്ല, ഒന്നും അറിയില്ല. അത്രയുള്ള നെറ്റ്വർക്ക് സംവിധാനം കേരളത്തിലുണ്ട്. ഇത് എവിടെ നിന്ന് വരുന്നു? ഇപ്പം നമ്മൾ 20,000 കേസെടുത്തു. ഇതൊക്കെ എങ്ങനെയാണെന്നറിയാമോ? 1/2 ഗ്രാം, 1 ഗ്രാം, 1.25 ഗ്രാം ഒക്കെയുള്ള ആളുകളെ പിടിച്ചിട്ടില്ല. അതിനിടയ്ക്ക് ഒരു MLA-യുടെ മകനെ പിടിച്ചു എന്ന് പറഞ്ഞു. എനിക്കറിയില്ല ആരും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, എനിക്കറിയില്ല. ചെയ്യാതിരിക്കട്ടെ, കുട്ടി മര്യാദയ്ക്ക് വളരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എല്ലാവരും ഇതിന് പോകണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആ കുട്ടി ചെയ്തു എന്ന് ഞാൻ പറയില്ല, കാരണം ചെയ്തോന്നറിയില്ല. എന്തായാലും അയാൾ വിട്ടു, തൽക്കാലം അയാൾ ഒഴിവായി എന്ന് പറഞ്ഞു. ഒരു സിനിമാ നടനെ പിടിച്ചു, അവസാനം സിനിമാ നടനെ ഒഴിവായി. അപ്പം ആരുമില്ല. നമ്മുടെ സിനിമാ സെറ്റുകളിൽ പൂർണ്ണമായും ലഹരി ഉണ്ടെന്ന് പറയുന്നു. അതവിടെ നിൽക്കട്ടെ, അത് അതിനകത്തുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ കൊലപാതകങ്ങൾ, കേരളത്തിലെ ഹിംസകൾ, വഴക്കുകൾ നോക്കുക. ഒരു സംശയവും വേണ്ട, ആരാണ് മയക്കുമരുന്ന് കഴിച്ചിട്ടില്ലെന്ന് പറയാൻ കഴിയാത്ത വിധത്തിലാണ്. നമ്മുടെ ചില സുഹൃത്തുക്കൾ പറയാറുണ്ട്, അവർ കാറും കൊണ്ട് റോഡിൽ കൂടെ പോകുമ്പോൾ ആരെങ്കിലും വന്നിടിച്ചാൽ കാറ് നിർത്തിയിട്ട് എന്താണെന്ന് ചോദിച്ചാൽ, സാറേ എനിക്ക് തെറ്റി എന്ന് പറഞ്ഞ് ഇനി നമ്മൾ രക്ഷപ്പെട്ടു പോരുകയാണ് ഉടനെ നല്ലത്. അല്ലെങ്കിൽ ജീവൻ പോകും. കാറ് പോയത് പോട്ടെ, അത് പിന്നെ നമുക്ക് ഇൻഷുറൻസിലോ കാശ് കയ്യിൽ നിന്ന് കൊടുക്കുകയോ ചെയ്യാം. കാരണം മറ്റത് എന്താടാ ഇടിച്ചതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവൻ കത്തിയായിട്ട് പുറത്ത് വരണമെങ്കിൽ ഒറ്റ കുത്തിയാൽ നമ്മുടെ പണി ചെയ്യും. നമ്മൾ പിന്നെ ജീവിതം പറഞ്ഞിട്ട്. അതുകൊണ്ട് നമ്മൾ മിണ്ടില്ല. ഒരു വിശ്വാസവും ഒരാളെ കുറിച്ചും ഇല്ലാത്ത തരത്തിൽ കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പോലീസ് അറിയാത്തതാണ്. എക്സൈസ് മന്ത്രി ഭയങ്കര കഴിവുള്ള ആളാണല്ലോ എക്സൈസ് മന്ത്രി. അവിടെ എന്താ എലപ്പുള്ളിയിൽ പ്ലാന്റ് കൊണ്ടുവരാൻ വേണ്ടി ഒരു ഒയാസിസ് കമ്പനിയുടെ അംബാസഡറായി വന്ന ആളാണ്. പക്ഷേ എക്സൈസ് മന്ത്രിക്ക് മിണ്ടാട്ടമില്ല. പ്രഖ്യാപനം നടത്തിയിട്ട് കാര്യമില്ല. പ്രഖ്യാപനം കവിതയും സാഹിത്യമൊക്കെ ഇരിക്കുന്നുണ്ടാവും. അതല്ലല്ലോ ആവശ്യം. കേരളത്തിൽ ഇത്രയും മയക്കുമരുന്ന് വ്യാപിച്ചിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഭരണ സംവിധാനം എന്ത് ചെയ്യുന്നു? നമുക്ക് വികേന്ദ്രീകൃത ജനാധിപത്യമുണ്ട്, ഗ്രാമസഭകളുണ്ട്, വാർഡ് സഭകളുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, രാഷ്ട്രീയ കക്ഷികളുണ്ട്, മതനേതാക്കന്മാരുണ്ട്. ഇതൊക്കെ എവിടെയാണ്? എനിക്ക് മനസ്സിലായിട്ടില്ല. അതിഗുരുതരമായ അവസ്ഥയിലാണ്. അമ്മയെ മകൻ കൊല്ലുന്നു. 6 പേരെ ഒരാൾ കൊല്ലണമെങ്കിൽ ഉറപ്പായിട്ടും അയാൾ മരുന്ന് കഴിക്കാതെ പറ്റും. എനിക്ക് തോന്നുന്നില്ല, സാമാന്യ ബുദ്ധിയുള്ള ആൾക്ക് പറ്റില്ല. അങ്ങനെ നിരവധി റോട്ടിലിട്ട് കൊല്ലുന്നു. നാടക ഫെസ്റ്റിവലിനിടയ്ക്ക് ഒരുത്തനൊരു തള്ളിയിട്ട് കൊല്ലുന്നു. അത് മദ്യപാനമൊക്കെ ഇടയ്ക്കാണ്. എന്തായാലും ലഹരിയിൽ വാഴുന്ന കേരളമാണ് ഇപ്പോൾ ഉള്ളത് എന്നതിൽ ഒരു തർക്കവുമില്ല. ഇതിനെ നമുക്ക് നേരിടാൻ കഴിയും. ആ സമയത്താണ് ഗവർണർ ഇടപെടുന്നത്. ഗവർണർ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഇടപെടാമോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഗവർണറുടെ അധികാരങ്ങളിൽ പരിമിതി വേണമെന്ന് പറയുന്ന ആളാണ്. പക്ഷെ ഇപ്പോൾ ഗവർണർ അങ്ങനെ ഇടപെട്ടാൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ആരെങ്കിലും ഇടപെട്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുമോ? താഴെത്തട്ടിൽ ഇതിന് സംവിധാനങ്ങളുണ്ടോ? ഇതാരാ ഇവിടേക്ക് കൊണ്ടുവരുന്നത് കേരളത്തിൽ? ഞാൻ അതാ പറഞ്ഞു, 1/2 ഗ്രാം 1 ഗ്രാം കൊണ്ടുവരുന്നില്ല, കിലോ കണക്കിന് ഈ സാധനം ഇവിടെ എത്തിക്കുന്ന ആളുകളുണ്ട്. മറ്റ് സംസ്ഥാനത്തു നിന്നാവാം, വേറെ സ്ഥലത്തു നിന്നാവാം, ഒക്കെ ആവാം. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? അപ്പോൾ ചിലർ പറയുന്നു ആഫ്രിക്ക എന്നാ വരുന്നത്. എന്തായാലും ആഫ്രിക്കക്കാരനല്ലല്ലോ ഇവിടെ വിതരണം ചെയ്യണേ. ഇത് സോളേജൻ്റെ ആഫ്രിക്കക്കാരനാവില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്,
കേരളത്തിന്റെ അധികാര ഘടനയിൽ നിർണായക സ്ഥാനമുള്ള ചില ആളുകൾ ഈ മയക്കുമരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ അധികാരമാവാം, മതമാവാം, സമ്പത്താവാം, മറ്റ് നെറ്റ്വർക്കാവാം, ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത് പരിശോധിക്കപ്പെട്ടേ പറ്റും. ഇല്ലെങ്കിൽ നമുക്കൊരു തലമുറ ഉണ്ടായി, ഉള്ള പിള്ളേരൊക്കെ പുറത്തേക്ക് പോവാണ്, നാട്ടിൽ നിൽക്കുന്ന പിള്ളേര് ഡ്രഗ് അടിച്ചിട്ടുമാണ്. എങ്കിൽ എന്താണ് കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു സങ്കല്പം? വലിയ കഥയൊക്കെ നമ്മുടെ വികസനം, ഭാവി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മന്ത്രിമാരും നേതാക്കന്മാരൊക്കെ വാചകടിക്കുന്നുണ്ട്. ഒരു ഭാവിയില്ല കേരളത്തിന്. കാരണം വലിയ പങ്ക് ആ കുട്ടികൾ പുറത്തു പോകുന്നു, ബാക്കിയുള്ളവർക്ക് ഡ്രഗ് അടിക്കുന്നു. അതും ആൺകുട്ടികൾ മാത്രമല്ല, അത് പെൺകുട്ടികളും ഡ്രഗ് അഡിക്റ്റാണ്. എത്ര വീട്ടുകാർക്ക് അറിയാം ഇത്? എത്ര വീട്ടുകാർക്ക് ഇത് പരിശോധിക്കാൻ പറ്റും? കുട്ടികളിപ്പോൾ പല രൂപത്തിലാണ്, പുതിയ പുതിയ മോഡേൺ സംവിധാനങ്ങളാണ്. മാത്രമല്ല വീട്ടിൽ ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോ മാക്സിമം ഉണ്ടാവുള്ളൂ. ആ കുട്ടിയോട് കൂടുതൽ ചോദിക്കാൻ പറ്റില്ല. കാരണം ഇവൻ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഇവൻ അമ്മയെ കുത്തുവോ അതോ സ്വയം കുത്തി മരിക്കുമോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്, അവിടെ 2 ഉണ്ട് 3 ഉണ്ട്, ഒരു കാര്യമില്ല. ഡി അഡിക്ഷൻ സെന്റർ കൊണ്ടൊന്നും മാറുന്നൊരു കാര്യമല്ല. ആദ്യം ഈ നെറ്റ്വർക്ക് മുറിക്കണം. ഗവർണർക്ക് കഴിയുമോ? അവർക്ക് അവരുടെ പോലീസോ കേന്ദ്രസേനയോ എന്നെ ആര് വന്നാലും വേണ്ടില്ല, ഞാൻ ഇക്കാര്യത്തിൽ 100% അവരുടെ കൂടെയാണ്. കേരളത്തിലേക്ക് വരുന്ന മയക്കുമരുന്നിന് നെറ്റ്വർക്ക് മുറിക്കാൻ കഴിയും. നെറ്റ്വർക്ക് ഇല്ലാതായാൽ ഒരു പരിധി വരെ പറ്റും. ഇപ്പൊ ഇവിടെ സാധാരണ ഗുളിക രൂപത്തിലും സാധാരണ രൂപത്തിലും ഒക്കെ ഈ സാധനം കിട്ടാണ്ടെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളം ഭ്രാന്താലയമായിരുന്നു എന്ന് വിവേകാനന്ദൻ പറഞ്ഞുവെങ്കിൽ ഇപ്പോൾ ഭ്രാന്താലയമായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. എല്ലാവരും ജാഗ്രതയോടെ ഇരുന്നാൽ കൊള്ളാം.